ഹലോ ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ കുറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഏത് വീഡിയോ ഇട്ടാലും ലൈവിൽ പോയാലും ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്, അപ്പൊ നിങ്ങളുടെ പ്രണയത്തിന്റെ കുറച്ച് കഥകൾ പറയാൻ പറ്റുമെന്നാണ്. പ്രണയത്തിന് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ വലിയ പ്രത്യേകതയുള്ളതൊന്നുമല്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവര് ഇത് കട്ട് ചെയ്തു പോകുക. കാരണം ഇതിൽ ടോട്ടലി ഞങ്ങളുടെ പ്രണയത്തിന്റെ കഥ തുടക്കം മുതൽ ഇവിടെ എത്തി നിൽക്കുന്നത് വരെയാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ക്യാമറ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ക്യാമറമാൻ ഇപ്പൊ പെടുന്ന, കാരണം സ്റ്റാൻഡിലല്ല കയ്യിലാ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ലെങ്ത് കൂടും. സംഭവം എന്താന്ന് വെച്ചാലില്ല, ഞാനൊരു കല്യാണം എൻ്റെ ഒരു ഫാമിലിയിൽ എൻ്റെ കസിന്റെ ഒരു കല്യാണം 2014 ആ കല്യാണത്തിന് ഞാൻ അണിയറ ചമയിക്കുന്ന അന്നൊക്കെ ഭയങ്കര മണിയറൊക്കെ ഭയങ്കര സെറ്റപ്പ് ആക്കുന്ന കാലാണല്ലോ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പൂവൊക്കെ വെച്ച് തെർമോകോളിൽ പണിയെടുത്ത് അങ്ങനെ ഭയങ്കര തിരക്കിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടുകാർ പറയുന്ന കുറച്ച് വെള്ളം വേണമെന്ന്. ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ തനി ക്ലീശേ ഒരു പെൺകുട്ടി ഫർദയൊക്കെ ഇട്ട് കണ്ണൊക്കെ ഇട്ട് എന്റെ ഇളയമ്മയുടെ കൂടെ ഇങ്ങനെ കയറി വരുന്ന കാണുന്നു. അപ്പൊ എനിക്ക് ഈ ഫർദയുടെ കണ്ണും ഇളയമ്മയുടെ കൂടെ ആയപ്പോ എനിക്കൊരു ഭയങ്കര ആകാംക്ഷ. ഇത് ആരപ്പാ? അത് ഇളയമ്മയോട് ചോദിച്ചു തരാ. ഇതൊന്നല്ല എന്റെ ഇടയില് സത്യം മെലിഞ്ഞൊരു കുട്ടി, വെളുപ്പൊന്നും കണ്ടിട്ടില്ല, കണ്ണിട്ടൊരു കുഞ്ഞ് കുട്ടി വരുന്ന കാണുന്നു. ഞാനപ്പോ നോക്കി ഇളയമ്മയുടെ അവസാനം ഇളയമ്മയോട് ചോദിച്ചു ഇതാരപ്പാ? പറഞ്ഞ എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ മോളാണ്. അപ്പൊ ഓക്കെ, പക്ഷെ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. ഇവളാണെങ്കിൽ കണ്ണൂരുന്നുമില്ല. ഞാൻ പിന്നെ എന്റെ തനി കൊക്കരയൊക്കെ ഇറക്കാൻ തുടങ്ങി. കാരണം കുറച്ച് വായി നോക്കാൻ തുടങ്ങി. വായി നോട്ടാന്ന് വെച്ചാൽ എനിക്കതൊരു ക്യൂരിയോസിറ്റി, ഒരു എന്തോ ഫീൽ ചെയ്ത് അങ്ങനെ കാണാൻ. അവസാനം എനിക്ക് കണ്ണെടുക്കുന്നത് കാണുന്നത് ഈ മണവാട്ടി എന്തോ കേക്ക് കട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ കയറി വന്നപ്പോ കണ്ണെടുക്കുന്നു. ഇതൊക്കെ സ്ലോ മോഷൻ ഇട്ട് കാണിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. കണ്ണെടുത്തപ്പോ അടിപൊളി. പിന്നെ ഞാൻ പക്ഷെ ഇവൾ ആ സമയത്ത് തിങ്ക് ചെയ്ത് എന്താണെന്നറിയോ, ഞാൻ അന്നിട്ട വെള്ള ഷർട്ടാ ഞാൻ അന്നിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവളിങ്ങനെ ഇളയമോടെല്ലാം പറയുന്നുണ്ട്, വെള്ള ഇട്ടതാരാ, കുറെ നേരമല്ലോ, ഭയങ്കര കോഴിത്തരാണല്ലോ, പിന്നാലെ വരുന്നുണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ പോലും വിട്ടിട്ടാ. ഫുഡ് കഴിക്കാൻ എങ്ങനെ വിടാനാ? ഈ കുട്ടിയാരാന്ന് അറിയണ്ടേ? അന്ന് പ്രേമൊന്നല്ല, എനിക്കൊരു കൗതുകം, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൗതുകം മാത്രം. അവസാനം കല്യാണം ഇവര് ഇറങ്ങിപ്പോകുന്ന ഇതുപോലെ എന്റെ കണ്ണിലുണ്ട്. കാരണം ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോ ഇവള് പോകുമ്പോ ഞാൻ ഈ കുട്ടീനെ എന്ന് കാണും എന്തോ എന്നും പറഞ്ഞു. അപ്പൊ ഇവള് തിരിഞ്ഞു നോക്കിയിട്ട് ഈ പൂവാലം പോയില്ലേ. പ്രത്യേകിച്ച് അന്ന് പെണ്ണുങ്ങള് ഇന്നത്തെ കാലത്ത് പോലെയല്ല, അന്ന് ഭയങ്കര ജാടി ഇടുന്ന ഒരു സമയമാണ്. ഒരാൾ നോക്കിയാ പോടെ, ആ ഒരു മൈൻഡുള്ള കാലം. സീരിയസ്ലി അന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ജാടി ഇടും. എനിക്കാണെങ്കിൽ ഇത് ആരെന്ന് പറഞ്ഞാൽ അവസാനം സംഭവം എല്ലാം ക്ലീന്. ഞാൻ പിന്നെ വിട്ടിന്, ഈ കുട്ടിയെ കാണാനൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ വീട്ടിൽ ഉമ്മ പറയുന്നത്, എടാ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോ കല്യാണം ഉണ്ട്, അവിടെ പോവും, നീ വേണമെങ്കിൽ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, വരുവാണെങ്കിൽ വാന്ന്. അപ്പൊ ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് ഉമ്മ ഫോൺ കട്ട് ചെയ്ത് ഉമ്മ പരിപാടിക്ക് പോയി. താക്കോല് സാധാരണ പോലെ ഈ ചട്ടിക്കടിയിൽ വെക്കുന്നത് അവിടെ എവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് വീട് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞ കറി എന്ന് പറയുന്നത് ദാള. ഇത് കണ്ടപ്പോ അയ്യോ ദാള തന്നെ. അന്ന് എൻ്റെ കയ്യിൽ ബൈക്കും ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ട് പറഞ്ഞടാ, ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്, ഉമ്മയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് അവിടെ പോയാലോ. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് എല്ലാവരും കൈ തരുന്ന സർവത്തൊക്കെ കുടിച്ച്. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ പൊതുവെ പെട്ടെന്ന് ആളുകളോട് കമ്പനിയാവും. എനിക്ക് ചെറിയൊരു പരിചയം മതി, ആ പരിചയത്തിന്റെ പേരിൽ ഞാൻ കമ്പനിയാവും. ഞാനപ്പോൾ ഭയങ്കര കമ്പനി ആവും കണ്ടവരോടല്ല. അപ്പൊ പിന്നെ എൻ്റെ ഒരു ഉമ്മയൊക്കെ വന്ന അടുത്ത സ്ഥിതിക്ക് എനിക്ക് കണ്ടു പരിചയമുള്ള കുറെ മുഖങ്ങളാണ് അവിടെ. അപ്പൊ ഞാൻ കിച്ചണ് വരെ പോയി ഇങ്ങനെ കാര്യങ്ങൾ എന്തെല്ലോ കോമഡി അടിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് യൂണിഫോമിൽ ഒരു കുട്ടി, നീല യൂണിഫോം അല്ലേ അന്ന്, നീലയും ഒരു റെഡ് കളർ. അതെ. അപ്പൊ ആ യൂണിഫോമിൽ എനിക്ക് എന്റെ പൊന്നെ ഇത് ആവച്ചല്ലേ. പക്ഷെ ഫർദയിൽ കണ്ടപ്പോ കുറച്ച് കല്യാണമൊക്കെ കഴിക്കാമല്ലോ എന്ന് തോന്നി. യൂണിഫോമിൽ കണ്ടപ്പോ സത്യം പറഞ്ഞ കൊച്ചു വിട്ട് ഫോക്സോ ഇത് ഞാൻ. എന്നാലും എനിക്ക് ഭയങ്കര എന്തോ അവളെ കണ്ടപ്പോ. പിന്നെ എന്റെ ഈ കോമഡിയൊക്കെ വിട്ടിട്ട് ഞാൻ കക്കരേക്കോ അല്ല. പിന്നെ എന്നിട്ട് ഞാന് ഇവളെ കാണാതെ പെട്ടെന്ന് അവള് കിച്ചണിൽ നിന്ന് പുറത്തു പോവാൻ ഞാനിങ്ങനെ പതിഞ്ഞ് പോവാനും നോക്കാനും ഒക്കെ തുടങ്ങി. ഇവളാണെങ്കിലും വെറുതെ കീരിക്കാട് ജോസിന്റെ എക്സ്പ്രഷൻ ഇട്ട് നമ്മളെ പേടിപ്പിക്കുക, നമ്മളെ വിടുവോ. പക്ഷെ എനിക്ക് ഈ രണ്ടാമത് കണ്ടപ്പോ ദില്ലില് നല്ല കൊണ്ട്. കാരണം എന്തോ എന്റെ പടച്ചോനെ എനിക്കിങ്ങനെ കാണിച്ചു തരുവാണല്ലോ ഇവളെ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കല്യാണത്തിന് വരാതിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാ വന്നേ? അല്ലല്ല, ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇവളുള്ളത് അറിയുന്നത്. ഇവളുണ്ടെന്ന് പറഞ്ഞാൽ പോയി, അത് ഞാൻ പറയാം. പക്ഷെ ഈ ഞാൻ നോക്കുന്നതൊക്കെ ഉണ്ടല്ല, ഇവളെ കുടുംബത്തില് ഇവളുടെ വാപ്പാന്റെ അനിയന്മാരുടെ ഒക്കെ ഭാര്യമാര് തമ്മിൽ ചർച്ചയായി.
പിന്നെ ഇവളുടെ തന്നെ അനിയന്റെ ഭാര്യ ഒരാളുണ്ട്, നഫീസ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നതും കുറച്ച് കമ്പനിയുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി വന്നിട്ട് കുറെ നേരം ആയല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ എന്നോട് ഞാൻ ഇല്ല ജസ്റ്റ് ഒന്ന് നോക്കുവാണേ എന്ന് സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ട് ഇവള് റിയാക്ഷൻ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ പോയിട്ട് ധൃതിയുണ്ട്, എന്തോ നാട്ടിൽ കളിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഇളയമ്മയുടെ ഒരു കുഞ്ഞു മോനുണ്ട് നൗഷാദ്, ഇന്ന് വളർന്ന് എന്നെ തല്ലുന്ന പ്രായമായി, അതല്ല അന്നവൻ കൊച്ച. അപ്പൊ ഇവളായിട്ട് ചെറിയ കമ്പനിയൊക്കെ ഉണ്ട് അവനും കൊച്ച ഇവളും കൊച്ച, പക്ഷെ ഇവള് നല്ല മൂത്തതാ അവനേക്കാളും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞാടാ എങ്ങനെയെങ്കിലും നീ എനിക്ക് വിളിപ്പിക്കണം, ഒരു രക്ഷയില്ല, എനിക്ക് അവളോട് സംസാരിക്കണം, എൻ്റെ നമ്പർ കൊടുക്കണം. അപ്പോൾ അവളേൽ ഫോണൊന്നും ഇല്ല. അതൊക്കെ എങ്ങനെയും വിളിക്കും, പെണ്ണുങ്ങൾ ഉടായ്പ കാണിക്കാൻ വലിയ ഉസ്താവന്മാർ, അതിനൊന്നും പേടിക്കണ്ട, നീ നമ്പർ സെറ്റാക്കി കൊടുക്കും. അപ്പം ഞാൻ പിന്നെ ഇവൾ എന്നെ ഒരു നോട്ട് ഇട്ടു എന്നുള്ള മൈൻഡിൽ പ്രതീക്ഷയിലാണ് നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാ, ഫോൺ വരുന്നില്ലല്ലോ, ഇനി നെറ്റ്വർക്ക് ഇല്ലാത്തതാണോ. ഞാനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എനിക്ക് ഫോൺ വരണേന്ന്. അങ്ങനെ എനിക്ക് രാത്രി കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വന്നു, പുതിയ നമ്പർ. എടുത്തല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയ മേഡം ഞാൻ പറഞ്ഞു നാറി നിന്നോടാണോ വിളിക്കാൻ പറഞ്ഞത്. അപ്പം അവൻ പറഞ്ഞു എന്നോട് അല്ലല്ല ഞാൻ കൊടുക്കാൻ. അങ്ങനെ ഇവക്ക് ഫോൺ കൊടുത്തു. ഇവള് എന്ത് എന്നോട് വിളിക്കാൻ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കാനൊന്നുമില്ല, ഓക്കെ എന്നാ ശരി. അല്ല പിന്നെ ഞാൻ അത്രയും പറഞ്ഞ് അവള് കട്ട് ചെയ്ത് പോയി. എനിക്ക് കൂടുതലാണ് തിരിച്ചു വിളിക്കുമ്പോൾ ബ്ലോക്ക്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാ, അന്ന് അവൻ ആ കൊച്ചു ചെറുക്കൻ്റെ ഫോണും ഇല്ല വിളിച്ചു ചോദിക്കാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു കല്യാണത്തിന് ഞാൻ എന്തായാലും മൈലാഞ്ചി കല്യാണത്തിന് വൈകുന്നേരം പോയാൽ പിറ്റന്നാൾ ഹാളിൽ കല്യാണമുണ്ട്, പോവുക തന്നെ ചെയ്യുമെന്ന്. ഹാളിലേക്ക് പോയി. ഹാളിൽ ഞാൻ സാധാരണ ഈ ലേഡീസുള്ള ഭാഗത്തേക്ക് പോകാറില്ല, ലേഡീസ് മേലിലും പിന്നെ നിക്കാഹൊക്കെ നടക്കുന്നത് താഴെ സെറ്റപ്പാണല്ലോ. ഞാൻ കഴിഞ്ഞ മേലിൽ പോയി ഫാമിലിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നോക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടോന്ന്. അവളെ കാണുന്നില്ല. അവസാനം ഇവളുടെ ഈ പറയുന്ന നഫീസ എന്ന് പറയുന്ന ആള് ഇവള് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് നിന്നെ കാണാൻ ഒരാൾ മേലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളെ കയ്യും പിടിച്ചോണ്ട് വലിച്ചോണ്ട് വരും എൻ്റെ അടുത്തേക്ക്. ഇവളെൻ്റെ അടുത്ത് എന്ത്, ഞാൻ പറയാൻ ഒന്നുമില്ല, ചുമ്മാ ഞാൻ ഇവിടെ നിന്ന് എന്താ പെട്ടെന്ന് ഞാൻ കൺഫ്യൂസ് ആയി. ഇവളെ പെട്ടെന്ന് മുമ്പിൽ കണ്ടപ്പോൾ അതും ഒരാൾ എന്നെ കാണിക്കാനായിട്ട് എന്നെ പിടിച്ചോണ്ട് വരുവാണ് എൻ്റെ അടുത്തേക്ക്. ഇത് പിന്നെ കഥ ഇടക്ക് നിൽക്കുന്നത് എന്താണെന്നറിയോ, ഈ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ചെറുക്കന് കൈ വേദനിക്കുന്നത്. അത് അവനെ ഇരുത്തിയിട്ട് ഞാൻ ഇരുന്ന് ഇവളെ നിന്ന. എന്നിട്ട് ആ ഒരു കല്യാണം ഞാൻ പിന്നെ കുറച്ച് എനിക്കൊരു പെട്ടെന്ന് പാനിക്കായിപ്പോയി. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ മൈൻഡ് ചെയ്യാണ്ട് പോയി. ഞാനും പോയിട്ട് പിന്നെ എനിക്ക് കാണുന്നില്ല, വിളിയില്ല, ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ തറവാട്ടിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇവർ ഒരു കറുത്ത ഫർദ ഇട്ടിട്ട് താലിബാൻ ഇറങ്ങിയ പോലെ ഒരു പട വരുന്ന കാണുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇവളെയും കണ്ട്. അപ്പം ഞാൻ ഇവരെന്നെ മൈൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് പോയി. ഞാനാണെങ്കിൽ ഒന്നാമത് തറവാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ അർജൻറ്റ് പോകാനുണ്ടെന്ന് പറഞ്ഞു. ഇനി തിരിച്ച് തറവാട്ടിലേക്ക് പോയാൽ അവിടെ നിൽക്കാൻ പറ്റുമല്ലോ, എന്ത് ചെയ്യും. മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ പ്രണയം ഇതെന്നൊക്കെ മനസ്സിലായ ഭയങ്കര പ്രശ്നമുള്ള സമയം കേട്ടോ. 10-12 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഫോണും ഭയങ്കര സജീവമായ ഒന്നുമുള്ള സമയമല്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ, ഞാനപ്പോൾ പെട്ടെന്ന് അവിടെ തറവാട്ടിലുള്ള ഒരാൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു എടാ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, കാര്യമായിട്ട് നോക്കണമെന്നൊക്കെ. എന്നിട്ട് ഞാനപ്പോൾ ഗൾഫിൽ പോകാൻ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ഇറക്കി, ഡെത്ത് പാത്ത് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നോ, യൂട്യൂബിലൊന്നും പോയി തപ്പല്ലേ അത്. അന്ന് 1500 ആൾ കണ്ട്, അതോടെ നിന്നിട്ടുമുണ്ട് അതിൻ്റെ ഇത്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ അന്ന് എന്താണെന്നറിയോ, ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഇറക്കിയ മനുഷ്യനാണ്. എന്നിട്ട് ഞാൻ ഈ കസിനോട് എപ്പോഴും പറയും എടാ അവക്കൊന്ന് കാണിക്കണേ എൻ്റെതാന്ന് പറഞ്ഞു. ഇവളെങ്ങനെ റിയാക്ട് ചെയ്തെന്നറിയോ ഇത് ആദ്യം കാണുമ്പോൾ, എന്തെന്നാ ഇത് ചങ്ങായിക്ക് വേറെ പണിയൊന്നുമില്ല. എൻ്റെ കസിനോട് ഇവള് പറഞ്ഞ റിയാക്ഷനാ. കാരണം ഞാനന്ന് വിചാരിക്കുന്നത് ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എൻ്റെ പൊന്ന് ഇതുപോലൊരു അപരാധം വീഡിയോ വേറെ ഇല്ല. അങ്ങനെ അന്ന് ഞാനുള്ളത് ഇങ്ങനെയാ, മേലിഞ്ഞൊരു ബംഗാളി ലുക്ക, ഇപ്പോഴും അതാ, എന്നാലൊരു ചെറിയ തടിയെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ വിസ വന്ന് പോകാനായിട്ട്. അപ്പോൾ ആകെ സങ്കടമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റൂല. ആകെ ഒരു 3-4 വട്ടം കണ്ടിട്ടാണെങ്കിലും മനസ്സിൽ ഭയങ്കര നിന്നല്ലോ. പിന്നെ ഞാൻ ഗൾഫിൽ പോയിട്ട് അപ്പോൾ വാട്സപ്പൊക്കെ കുറച്ചുകൂടി വ്യാപകമായി, ആളുകളിലേക്ക് വരാൻ. അന്ന് വാട്സപ്പൊക്കെ വലിയ രീതിയിൽ ഇല്ല. 2014 ഡിസംബർ 10 ഞാൻ ഗൾഫിലേക്ക് കയറുന്നത്. പിന്നെ വാട്സപ്പൊക്കെ ഇങ്ങനെ ഓരോരുത്തർ തുടങ്ങി. ആ സമയത്ത് ഞാൻ എൻ്റെ കസിനോട് വിളിച്ചു ചോദിച്ചേടാ നമ്പർ തരുമോ ഇവളുടെ. അപ്പോൾ നമ്പർ തന്ന്. അപ്പോൾ ഇവൾക്കും ഫോണായി, നമ്പർ തന്ന്. ഞാൻ മെസ്സേജ് അയക്കുന്നു, ഇവൾ ബ്ലോക്ക് ചെയ്യുന്നു. അത് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ അല്ല ബ്ലോക്ക് ചെയ്യുന്നത്, ഞാൻ ഫോട്ടോ അയക്കുമ്പോൾ ഞാനാണെങ്കിൽ പാറ്റേൺ വിട്ട കളിയില്ല. ഒറ്റ ലിസ്റ്റ് ഹലോ ഹായ് മൈൻഡ് ചെയ്യണ്ടേ പുല്ല്. എന്നിട്ട് റീപ്ലൈ
സുഖാണോ? ഒന്നുമില്ല, ഒറ്റ ബ്ലോക്ക് ആക്കല്. ഞാൻ ഗൾഫിലെത്തിയല്ലേ, ഞാൻ കുറച്ച് വെളുത്ത് കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങി, വെറൈറ്റി ഫോസ് ഒക്കെ ഇടാൻ തുടങ്ങി. ഡെയിലി ഫോട്ടോ ഒക്കെ എടി, ഈ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടെങ്കിലും ഒന്ന് വളയട്ട്. ഞാൻ നമ്പർ മാറ്റുന്നു, ഇവള് ബ്ലോക്ക് ചെയ്യുന്നു, നമ്പർ മാറ്റുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. പയ്യൻ പാകിസ്ഥാനിയിലൊരു പാകിസ്ഥാനിയായ ഒരു മനുഷ്യൻ്റെ മൊബൈലിൽ നിന്ന് വരെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹം പാകിസ്ഥാനി നഹി ഹേ എങ്കിലും ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നീട് ഞാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ. പിന്നെ എപ്പോഴോ ഞാൻ പറഞ്ഞു, എടിയെ ഒറ്റൊരു കാര്യം, നീ എന്നെ പ്രേമിക്കണ്ട, ഞാൻ നിന്നെയും പ്രേമിക്കുന്നില്ല, എന്നോടൊന്ന് സംസാരിക്കുക, എനിക്കൊന്ന് സംസാരിച്ചാൽ മതി, ഞാൻ നിന്നെ ഉപദ്രവിക്കല്ലോ, ഒന്നും ചെയ്യും. ആ പറഞ്ഞു തുടങ്ങി ഞാൻ. പിന്നെ ഇടയ്ക്കെപ്പോഴും എന്താ ഒന്നുമില്ല, ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവളെ എങ്ങനെ ട്രാക്കിലാക്കുമെന്നും വെച്ചിട്ടാണ് ഇങ്ങനെ എൻ്റെ സംസാരങ്ങളിലൊക്കെ കുറച്ചുകൂടി ഞാൻ വെറൈറ്റി കൊണ്ടുവരണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ ഗൂഗിള് ഇതൊക്കെ തപ്പും, എങ്ങനെ പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാം. ഗൂഗിൾ കാണിക്കുന്ന വഴിയൊക്കെ എനിക്ക് ഇമ്പ്രസ് അല്ല വന്നിട്ടുള്ളത്, മൊത്തം മറ്റേതാണ്. അങ്ങനെ അവസാനം സംസാരിച്ചല്ലേ നമ്മൾ ആ സംസാരം എപ്പോഴും കൊറേ ആൾക്ക് ഇങ്ങോട്ട് എന്ത് ചൊല്ല ഇത്ര സ്റ്റോറി ലിസ്റ്റ് ആക്കിട്ടിട്ട്. അപ്പൊ ഇപ്പൊ ആക്ടിങ് അല്ല ഭയങ്കര അപ്പളേക്കാകുമ്പോ ഞാൻ കൊറേ ഇങ്ങനെ കയ്യിൽ കൊറേ ഡയലോഗ്സ് കൂട്ടി നമ്മളോടൊരു കമ്പനിയായി, അത്യാവശ്യം സെറ്റായി. ഡയലോഗിലാണ് വീണത്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇത്രയും പിറകെ നടന്നിട്ട് ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു, എന്നിട്ട് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ കുറച്ചുകൂടി ഞാൻ കഷ്ടപ്പെടണമല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ട്രാക്കിലായി. പക്ഷേ ട്രാക്കിലായിട്ട് കാര്യമില്ലല്ലോ, വീട്ടിലറിയുന്നു, പ്രശ്നമാവണം, എന്തെല്ലാം ഉണ്ട്. പറഞ്ഞ ഒരുപാട് കഥയുണ്ട്, അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താവും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോഴെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നടുക്ക് ഒരു ഭാഗം പറയാമെന്ന് പറഞ്ഞിരുന്നു, അത് വേറെ വീഡിയോ ചെയ്തോളാം. ഞാൻ ചുരുക്കി പറയാം. ഇതിങ്ങനെ ഇപ്പോൾ പ്രേമത്തിലൊക്കെ ആയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഞാൻ അജ്മാനിൽ നിൽക്കുന്ന സമയത്ത് ഇവളെ വിളിക്കുന്നു, എന്തൊരു വാട്സപ്പിൽ വരാത്തതെന്ന്. അവൾ പറഞ്ഞ് എന്നെ ഒരു 10 ദിവസത്തേന് ഫ്രീ ഉണ്ടോ. ഞാൻ പറഞ്ഞു എന്താ, നിനക്ക് കണക്ഷൻ ആയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താ വാട്സപ്പിൽ വരാൻ ഇത്ര ബുദ്ധിമുട്ട്? അത് എക്സാം ടൈമാ, വാട്സപ്പ് ഓൺലൈനിലേ വരുന്നില്ല, ഫോൺ വിളിച്ചാൽ സംസാരിക്കണം, അതും രാത്രി ഈ പഠിച്ചിട്ടൊക്കെ ആയിട്ട്. ആ സമയമാണെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ഇല്ല. ഞങ്ങൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നു, ബ്രേക്കപ്പ് ആവുന്നു. അതൊക്കെ അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട്. അത് തീരുമല്ല, ഫാമിലിയിൽ എന്തെല്ലോ പ്രശ്നമുണ്ട്. അതൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഈ വീഡിയോ ചിലപ്പോൾ 2 മണിക്കൂർ നിങ്ങൾ കാസറ്റ് ഇട്ട് കാണും പോലെ കാണേണ്ടി വരും. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞങ്ങൾ വഴക്കെന്ന് പറഞ്ഞാൽ അറിയാണ്ട് എൻ്റെ വായിന്ന് ഒരു തെറി കേട്ടുപോയി. തെറി വീണുപോയ ദേഷ്യം കൊണ്ട്. അത് പിന്നെ ബ്രേക്കപ്പിലേക്ക് എത്തി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഇവളില്ല, പോട്ടെ. ഈ നാറിയും തീരുമാനിച്ചു, ഇനി ഇവരില്ല, പോട്ടെ എന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, 6 മാസം. ആ ഗ്യാപ്പിൽ ഞാൻ വേറെ ഒരുത്തി പ്രേമിച്ചിട്ടാ, സത്യമായിട്ടും പ്രേമിച്ചല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പ്രേമിച്ചല്ല, എനിക്കൊരു വാശിയായിരുന്നു. ഇവള് പോയപ്പോൾ ഏതെങ്കിലും ഒരുത്തി എൻ്റെ ലവറായിട്ട് വേണം, അവളൊത്ത സ്റ്റാറ്റസ് ഇടണം. ഞാൻ എപ്പോഴും ദിവസം അവളുടെ മൈലാഞ്ചി ഇട്ട കൈകളും കണ്ണുകളൊക്കെ ദിവസവും സ്റ്റാറ്റസ് സ്റ്റോറി ഇടും. പക്ഷേ ഇവക്കൊരു ഇതുണ്ടായിരുന്നു, അന്ന് ഞാൻ DP ഇടക്കിടക്ക് മാറും. DPയിൽ പിന്നെ ഒരു ക്യാപ്ഷൻ കൊടുക്കുമല്ലോ, മൈ ഹേർട്ട് ലവ് എന്നല്ലോ, അതിങ്ങനെ ഇടും. ഇവളെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ. ഇവള് വേറെ ഫോണിൽ നിന്നൊക്കെ എൻ്റെ ഇങ്ങനെ എടുത്തു നോക്കും DP. എന്നിട്ട് ഇറിറ്റേഷൻ ആയിക്കൊണ്ടായിരുന്നല്ലോ, അതൊന്നും എനിക്കറിയില്ല. ഞാനതൊരു നാട്ടിൽ വന്നിട്ട് 3-ാം ദിവസം എനിക്കൊരു ഫോൺ വരുന്നു, ഹലോ എന്നെ പരിചയമുണ്ടോ? എനിക്ക് വോയിസ് പോലും പരിചയമില്ല. 6 മാസത്തെ ഗ്യാപ്പ്. 6 മാസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് എനിക്ക് ഒരു പരിചയമില്ല, സത്യമായിട്ട് വോയിസേ ഓർമ്മയില്ല. ഞാനാ റിസു, എന്താണ് സുഖമാണോ? ലവ് ഒക്കെ ആയല്ലേ, സെറ്റല്ലേ? ഞാൻ പറഞ്ഞു മാഷാ അല്ലാ, ലവ് ഒക്കെ ആയി അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചതല്ലേ, ഞാൻ ചോദിച്ചു ഓക്കെ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു മംഗലാപുരത്ത്. ആണോ? രാവിലെ പോയി വൈകുന്നേരം വരും. ആണോ? ഏത് ട്രെയിനാണ് പോകുന്നത്? ഇന്റേൺഷിപ്പ്. ഏത് ട്രെയിനാ? ഏതൊരു ട്രെയിന് പറഞ്ഞു? രാവിലത്തെ 7:30 മണിന്റെ. വിടുവോ? പിറ്റേന്ന് രാവിലെ ഞാൻ പോയിട്ട് റെയിൽവേ സ്റ്റേഷനില് ഇവള് വാപ്പാന്റെ കൂടെ വന്നതാ. ഇവളെന്നെ കാണുമ്പോ വാപ്പാന്റെ ബാക്കിലേക്ക് പോകുന്നു. അല്ലല്ല, ഞാൻ ലവ് ആക്കിയ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് മീറ്റ് ആയത് റെയിൽവേയിലാണ്. ലവ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന അവിടെ. എന്നിട്ട് ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഇവക്ക് ഭയങ്കര പേടി, എന്ത് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നിന്നെ കാണാനായിട്ട് വന്നത്, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. ആ ട്രെയിൻ യാത്ര പിന്നീട് 3-4 വർഷം 3-4 വർഷം എന്തോ ഞാൻ ഇവളെ കൂടെ സഞ്ചരിച്ച്. സീരിയസ്ലി മംഗലാപുരത്ത് പോകുന്നു. ഞാനന്ന് മാലയും ഇതൊക്കെ ഇടും. അപ്പോൾ അവിടെ ഭയങ്കര വിവാദം നടക്കാം, ഹിന്ദു മുസ്ലിം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്നതിന്. എത്രയോ വട്ടം മാളിൽ വെച്ച് ആളുകൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
പേരെന്താ, ID കാർഡ്. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുമുണ്ട്, പേരും ID കാർഡൊക്കെ നിനക്ക് എന്തിനാന്ന് വെച്ചിട്ട്. പിന്നെ ഇവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദു ഫ്രണ്ട്സ്, എൻ്റെയും അങ്ങനെ അവരുടെ ലവേഴ്സ്. ഞങ്ങൾ ഹിന്ദു മുസ്ലിംസ് എല്ലാം മിങ്കിളായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്കൊരു ചൊറിച്ചിലുണ്ടാവുന്നു പൊതുവെ. ഇങ്ങനെ 2 ബട്ടൺ എടുത്ത് മാല അന്ന് കുറച്ച് പിന്നെ പ്രായതല്ലേ ചോരത്തളത്തിൻ്റെ, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുമാത്രമല്ല ഇവളെ ഫ്രണ്ട്സിനൊക്കെ കുറേ പ്രശ്നം വന്നപ്പോഴൊക്കെ ലൈറ്റായിട്ട് ഹീറോ ആയ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മളെ. അതൊക്കെ വിട് കല്ലി. പിന്നെ അങ്ങനെ അവസാനം ഇവളെന്ത് ചെയ്യുന്ന ഒരു ദിവസം നോമ്പിൻ്റെ സമയത്ത് ഇവളുടെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ നാട്ടിൽ, തൊട്ടപ്പുറത്തെ നാട്ടിൽ. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇവളെ കാണാൻ വേണ്ടി ഇവളോട് പറഞ്ഞിടിയാൽ ഒരു 10 മിനിറ്റിന് നീ ആ വീട്ടിൽ നിന്ന് പുറത്ത് വന്നു. ഇവളെന്ത് ചെയ്തെന്ന് അറിയോ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ പുറത്ത് വന്നു എന്നെ കാണാൻ വേണ്ടി. പുറത്ത് വന്ന ഗ്യാപ്പിൽ ഇവളെ ഫ്രണ്ട് ഇവക്ക് പണിയെടുത്ത് ഇവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അവളാരെയോ കാണാൻ പോയിരുന്നു. വീട്ടിൽ നിന്ന് വിളി. എൻ്റെ പൊന്നോ, അന്ന് ഇവളുടെ ആങ്ങളെ കൊണ്ടുപോയിട്ട് ഇവക്ക് കൊടുത്ത അടിക്കും ഇതിനൊന്നും കയ്യില്ല. ഇവളെ വാപ്പ തല്ലിയ വാപ്പാൻ്റെ ഉപ്പാൻ്റെ നല്ല തല്ലൊക്കെ കിട്ടി. എന്നിട്ട് എന്നെ വിളിച്ചു. നമ്മൾ പ്രേമം മൂത്ത് നിൽക്കുന്ന സമയമല്ലേ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഓട്ടയെടുത്ത് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പോവുക. അപ്പോൾ എൻ്റെ ഇക്കയൊക്കെ പിടിച്ചു വെക്കുന്നു. അവസാനം ഇവളുടെ വാപ്പ എന്നെ ഫോൺ ചെയ്ത്. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു മൊമെൻ്റ് അതാ. വാപ്പ വിളിച്ചപ്പോൾ ഞാൻ വാപ്പാനോട് പറയാനൊരു ചീത്തയില്ല, സത്യമായിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും ഇവളെ എനിക്കിപ്പോൾ കെട്ടിച്ചെന്നത് ആ മനുഷ്യൻ എന്നോട് എത്ര ദേഷ്യം കാണുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇവളെ എനിക്ക് കെട്ടിച്ചു തരുമോ, നീ അനുഭവിക്കണമെന്നുള്ള ചിന്തയിൽ അയാളെ കെട്ടിച്ചു തന്നെ. ആ പകയാ തീർത്തതെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അതൊക്കെ പോട്ട്. എന്നിട്ട് ഞാനുണ്ടല്ലോ അവസാനം എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ ഭ്രാന്തെടുത്ത്. പിന്നെ ഞങ്ങൾ പ്രേമം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവള് കോളേജിൽ പഠിക്കാൻ പോയി, എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇടക്ക് എനിക്കൊരു കൊട്ടേഷൻ ഇവളുടെ ആങ്ങളുടെ വക, പിന്നെ ഒരു ഗിഫ്റ്റ് വിളിച്ചിട്ട് എന്നെ പേടിപ്പിക്കൽ. ഞാൻ അവനോട് പറഞ്ഞ് നിൻ്റെ നാടും പേരും പറയും, ഡീറ്റെയിൽ ഞാൻ തപ്പിത്തരാം. ആ വിളിച്ചവൻ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ആ വിളിച്ചവൻ ഭയങ്കര പേര് കേട്ട ഇവിടെ റൗഡീസ് വാഴുന്നൊരു നാട്ടിലെ ചെക്കനാണ്. ഇന്നാളടാ നീ എന്ത് ഇവിടാന്ന് ചോദിച്ചു. ഞാൻ സ്പോട്ടിന് അതേ നാട്ടിലുള്ള ഒരാളെ എനിക്ക് അറിയാം. എൻ്റെ കൂടെ അന്ന് ഡ്രൈവറായിട്ടും സുഹൃത്താണ്. ഡ്രൈവറായിട്ട് എൻ്റെ കൂടെ അന്ന് ഷൂട്ടിന് പോകുമ്പോൾ വന്നത് അയാളാണ്. ഞാനെന്ത് ചെയ്ത് ഞാൻ കോഴിക്കോട് ലഹസ എന്ന് പറയുന്ന ആൽബത്തിൻ്റെ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മൊത്തം ഡീറ്റെയിൽ എടുത്തിട്ട് അവന് തിരിച്ചയച്ചു കൊടുത്തു. നീ ഇന്നയാൾ ഇവിടെ നിന്ന് തുടങ്ങി, നീ ഇത്ര കേസിന് ജയിലിൽ പോകുക, ആദ്യം ഇനി നിനക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര വാക്കായി. പിന്നെ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്നറിയോ, എന്നെ അന്ന് വിളിച്ച് പേടിപ്പിച്ചവൻ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ആൽബംസൊക്കെ ഭയങ്കര വൈറലാവാൻ തുടങ്ങിയല്ലോ. ആ സമയത്ത് പോകുന്ന വഴിക്ക് എന്നെ നിർത്തി. ഞാൻ കടയിലായിരുന്നു, അവൻ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് കൈ കാണിക്കുന്നു. ഞാൻ തിരിച്ചു വന്നു. ഭയങ്കര ഒരു ജിമ്മ. ഞാൻ ചോദിച്ചു ആരാ, എന്നെ മനസ്സിലായെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അന്ന് ഞാൻ ഫോൺ ചെയ്ത്. അപ്പം ഞാൻ റഹ്മാനെ ആരും ഇല്ല, ഞാൻ ഒറ്റക്ക എൻ്റെ മുമ്പിലൊരു ജിമ്മനും നിൽക്കുന്നു, ഓൻ എന്നെ കൊല്ലോ. ഞാൻ പറഞ്ഞു ബ്രോ അത് കഴിഞ്ഞിപ്പോൾ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഞാൻ അറിഞ്ഞു. അതായത് കല്യാണം ഉറപ്പിച്ച സമയത്ത് അവനെ കാണും. ഉറപ്പിച്ചായിരുന്നു. ഞാൻ അറിഞ്ഞ്. അതല്ല, ഒരു ഫോട്ടോ എടുക്കട്ടെ. കിട്ടിയില്ല മോനെ ചാൻസ്. തല്ലാൻ വന്നവൻ എന്നെ തെറി വിളിച്ചവൻ സെൽഫി എടുത്തപ്പോൾ ഭയങ്കര അഭിമാനമായിരുന്നു. ഒന്നിലേലും ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ബിൽഡപ്പ് ചെയ്തെടുത്തത്. എൻ്റെ ജീവിതം ഒന്നുമില്ലാത്തതിൽ നിന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്തതിലേക്ക് തന്നെ എത്തിയത് ആണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ആൽബം ചെയ്തതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കല്യാണം. ഇവള് ഭയങ്കര ഫോഴ്സ് ചെയ്യുന്നത്. ഞാനൊരു 26-28 വയസ്സിലൊക്കെ 28-30 വയസ്സൊക്കെ ആകുമ്പോൾ കെട്ടാനുള്ള മൈൻഡായിരുന്നു. അപ്പം ഇവള് ഭയങ്കര ഫോഴ്സ് ചെയ്യുന്നു. എനിക്ക് കല്യാണം കുടുംബത്തിലുള്ളവർ കഴിഞ്ഞ് ഇത് അവസാനം ഇവളെ വാപ്പയായിട്ട് ഇവള് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങേര് പറഞ്ഞു നാളെ നിങ്ങൾ എന്തെങ്കിലും പേരും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നു, നിന്നെയും കൊല്ലും ഓനെയും കൊല്ലും, താങ്ക് യു, എന്നെയും കൊല്ലും. പിന്നെ കുടുംബക്കാരിൽ കുറെ പേര് എന്നാ ഇവളെ പറയുന്ന ആര് നോക്കാൻ, ഞാനോ പെട്ട് വേറെ ആര് പെടാൻ. സീരിയസ്ലി അന്ന് വലിയ വലിയ ടീംസിനൊക്കെ ഇവളെ വാപ്പ കൊണ്ടുവരുന്നതും നോക്കുന്നതൊക്കെ. ഇടയ്ക്ക് വേറെ ചെറിയ കുറേ പ്രശ്നങ്ങളെല്ലാം ഞാൻ കരഞ്ഞ സംഭവം എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ പറയുന്നില്ല, സമയം മതിയാവില്ല. പിന്നെ അന്ന് മറ്റേ സലീമ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടായ ഓർമ്മയുണ്ടോ? ഇവളുടെ ഉമ്മയുടെ ആങ്ങള അല്ലല്ല പേടിച്ചിട്ട് കരഞ്ഞൊന്നല്ല, ഇവളെ നഷ്ടപ്പെടുമെന്നുള്ള വേദന കൊണ്ട് കരഞ്ഞതാ. അന്ന് ആ കരച്ചിൽ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പം അത് പോട്ടെ. അങ്ങനെ എന്താ അതിൻ്റെ ഇടയിൽ കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ, കുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. അതാണ് എന്നെ മനുഷ്യന്മാർ
എൻ്റെയും നിൻ്റെയും കുഞ്ഞിന് ആദ്യം ഇടാനുള്ള ഡ്രസ്സ് ഇതാണ്. ഞാൻ വിശ്വസിച്ച് പാവ ഈ അടുത്തെങ്ങാനും കല്യാണം നടക്കുമെന്നും പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് ഡ്രസ്സും ആണെങ്കിൽ വറ്റി പണ്ടാറടങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, യുദ്ധം മാത്രമേ നടക്കുന്നുള്ളൂ. അവസാനം എന്നാടി നമ്മൾ കല്യാണം ഉറപ്പിക്കുന്നത്? ഏപ്രിൽ 1. അങ്ങനെയല്ലെന്ന്, എങ്ങനെയാ? അത് ഫാമിലി കുറെ ഉപ്പക്ക് ഇഷ്ടമല്ല, വേണ്ട ഫാമിലി മാത്രം ഞങ്ങ വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ബാക്ക് പച്ചമ്പലത്തുനിന്ന് ഇതേ ഓരോ നാട്ടിൽ നിന്ന് ഒരു പ്രൊപ്പോസ് വന്നു. ഉപ്പ അതിലൊക്കെ ഭയങ്കര അക്സെപ്റ്റ് ആക്കി. നീ അതിലൊക്കെ മാരേജ് ആവും, അതിലേക്ക് മാരേജ് ആവും എന്നിട്ട് അപ്പൊ ഫാമിലി ഇഷ്യൂ ആയിക്കൊണ്ട് പിന്നെ അങ്ങനെല്ലാം ആക്കി ഞാൻ വിട്ടു കൊടുത്തിട്ടാ കരച്ചലും പൊടിയും അതും ഇതെല്ലാം വീട്ടുകാർക്ക് മനസ്സിലായി എന്തായാലും അവൻ തന്നെ സഹിക്കണമെന്ന്. അങ്ങനെ എനിക്ക് കെട്ടിച്ചു. പിന്നെ ഞാൻ ഉപ്പാടല്ലേ അനക്ക് ഓനെ തന്നെ വേണോന്ന് പറഞ്ഞു. ഉപ്പ വയ്യക്ക് നോ അക്സെപ്റ്റ്. അങ്ങനെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെങ്ങളുടെ കല്യാണം ഭയങ്കര ജോറായിരുന്നു. കാസർഗോഡുള്ള ഇന്നത്തെ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ഷാലുക്കിങ്, തൻസീർ കൂത്തുപറമ്പ്, പിന്നെ ഫവാസ് KST, ഫാറു, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നതാണ് നമ്മളെ വീട്ടിൽ, ഇൻഫ്ലുവൻസേഴ്സ്. ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീട്ടിലൊക്കെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞ് ഇവളെ നിക്കാഹ് ചെയ്ത് ഒരു വാച്ച് എനിക്ക് സമ്മാനമായിട്ട് തന്നു. ഇതല്ല ഇതുപോലെ ബ്രദർ ഭയങ്കര എതിർപ്പായിരുന്നു. അതാണ് ബ്രദർ എന്നെ തെറി വിളിച്ചിട്ട് പോലും ഉണ്ട് ഒരുപാട് വട്ടം. അതെല്ലാം പറയാൻ സമയമില്ലാഞ്ഞിട്ടാ എന്നെ തെറി വിളിച്ചിട്ട് ഇതൊക്കെ. അവളെ ഉമ്മയാണ് ആകെ ഇവളെ കൂടെ നിന്നിട്ടുള്ളൂ. ഈ ബ്രദർ തെറി വിളിച്ച് ബ്രദർ കല്യാണത്തിൻ്റെ അന്ന് വന്ന്, അതായത് അവനെ എന്ത് വിളിക്കണം, അളിയാന്ന് വിളിക്കണം, അല്ല പണ്ട് വിളിച്ച തെറി വിളിക്കണം, അതിൻ്റെ പേര് വിളിക്കണം, ഇങ്ങനെ കാണിക്കുന്നു. എന്താളിയാ റാത്തല്ല അളിയാ, അപ്പോൾ അൽഹംദുലില്ലാ അളിയാന്ന് തന്നെ വിളിക്കാൻ. പിന്നെ അളിയാക്ക ഒരു കൂട്ടി വിളിക്കും. അങ്ങനെ കോൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ആദ്യ സമയത്ത് ഞങ്ങൾ വലിയ സംസാരം തല്ല, സുഖല്ലേ. പിന്നെ ഇവളുടെ ഒരു കുഞ്ഞാങ്ങളുണ്ട്, അവനെ എന്നെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത്. ഫോണ് അവന് ദേഷ്യം വരുമ്പോൾ എന്നെ വിളിക്കും. അന്ന് ആ ചെക്കന് വയസ്സ് 10 തോളൂ, വിളിച്ചിട്ട് പാട്ടാന്ന് തെറി വിളിക്കും. അവൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ കട്ടിലിനടിയിൽ ഒടിക്കുക. അന്ന് കല്യാണം കഴിയുമ്പോൾ 15 വയസ്സൊന്നും ഉണ്ട്. ഞാൻ അവളെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇവൻ കട്ടിലിൻ്റെ അടിയിൽ. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ 2 കാല് കട്ടിലിൻ്റെ അടിയിൽ. ഞാൻ വിചാരിച്ച് ശിവനെ ഇനി അഭീതെങ്ങാനും നോക്കുമ്പോൾ ഇവളുടെ അനിയൻ എന്നെ കണ്ടിട്ട് ഓടിയിട്ട് അവിടെ കിടന്നതാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അൽഹംദുലില്ലാ 2 കുട്ടികളായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ പല ഭാഗങ്ങളും വിട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് 2014 മുതൽ 2026 12 വർഷം ഞാൻ ഇവളെ ഒരുമിച്ച്, മാഷാ അല്ലാ, ഒരുമിച്ചെന്ന് വെച്ചാൽ കുറച്ച് പ്രണയത്തിൻ്റെ സമയം, കുറച്ച് ഞാൻ പിന്നാലെ നടന്ന സമയം, ടോട്ടലിയാണ് ഞാൻ പറയുന്നത്. 2014 ഏപ്രിലാണ് ഞാൻ ഇവളെ ആദ്യ കല്യാണ വീട്ടിൽ നിന്ന് കാണുന്നത്. ഇപ്പം അൽഹംദുലില്ലാ 2 മക്കളുണ്ട്. ആദ്യത്തെ നിസാൻ, രണ്ടാമത്തേത് സയാൻ. ഇപ്പോൾ മനസ്സിലൊരാഗ്രഹം, വണ്ടിയുണ്ട് എങ്കിലും ഒരു നല്ല വണ്ടി. ഇപ്പോൾ വണ്ടിയുണ്ട്, ഒരു ബൈക്കുണ്ട്, കാറുണ്ട്, പക്ഷേ ഒരു നല്ല വണ്ടി ഏതായാലും. പിന്നെ ഒരു കുഞ്ഞു വീട്, അടിച്ചു പൊളിച്ചൊരു ചെറിയ, ഭയങ്കര അടിച്ചുപൊളിയല്ലെങ്കിലും ചെറിയ രീതിയിൽ അൽഹംദുലില്ലാ എന്ന് പറയാനൊരു ലൈഫ്. ഈ സന്തോഷം എന്നിങ്ങനെ നിലനിന്ന് പോട്ടെ, ആമീൻ. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കട്ടക്ക് കൂടെ വേണം. പിന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്ന്. ഞങ്ങളിങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിച്ച് മാത്രം വീഡിയോ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം ചിലർക്ക് ചില കഥകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ചോദിക്കാം, മംഗലാപുരത്ത് നടന്ന അടിയുടെ കഥയോ അല്ലെങ്കിൽ വേറെ എന്തും ചോദിക്കാം. അപ്പോൾ ഓക്കെ, വണക്കം അയ്യാ, വണക്കം. ചാനൽ സബ് ചെയ്യണേ, സബ്സ്ക്രൈബ്.